ബോച്ചയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു 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 മനുഷ്യസ്നേഹിയായിട്ടുള്ള എന്താ പറയാ ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെയാണ്, അങ്ങനെ വിളിക്കാൻ പറ്റും അദ്ദേഹത്തിന്. അദ്ദേഹം ഒത്തിരി നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ചാരിറ്റി. നമസ്കാരം. ഒരു വേശ്യയാണെങ്കിലും അവരെ ഇഷ്ടമില്ലാതെ സമീപിക്കുകയും അവരുടെ ശരീരത്തിൽ സ്പർശിക്കുകയും ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അങ്ങനെയുള്ള ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് കൈകൊണ്ട് പിടിക്കാനോ ശരീരം സ്പർശിക്കാനോ അതേപോലെ സെക്ഷലി അവരെ മറ്റുള്ള കാര്യങ്ങളിൽ കടക്കാനോ പാടും. ഒരു വേശ്യ ആണെങ്കിൽ പോലും അതാണ് ഇന്ത്യയിലെ നിയമം. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇന്നലെ ഹണി റോസ് എന്ന് പറയുന്ന നമ്മുടെ സിനിമാ നടി, അവർ നല്ല സിനിമാ നടിയാണ്, അല്ലാതൊന്നും നമുക്ക് യാതൊരു അഭിപ്രായം. പലപ്പോഴും അല്പ ഡ്രസ്സുകളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന നടി, അത് അവരുടെ ജീവിത രീതിയാണ്, നമുക്ക് എതിർപ്പില്ല. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് എങ്ങനെ ഡ്രസ്സ് ധരിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ നടക്കണം എന്നുള്ളത്. പക്ഷേ മറ്റുള്ളവർക്ക് അത് കണ്ടാൽ അത് മോശമായി കാണുകയും അതുവഴി കാമപരമായ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ തിരിച്ച് കേസ് കൊടുക്കാനുള്ള അവകാശവും ജനങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ള ഒരു വസ്ത്രധാരണവും അതേപോലുള്ള കാര്യങ്ങളും നടത്തിയിട്ടുള്ള ഒരാളാണ് ഹണി റോസ്. ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം ഹണി റോസിൻ്റെ ജീവിതം അവനവന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് അങ്ങനെ ആവണമെന്നില്ല എന്നുകൂടി ഹണി റോസ് കരുതാനുണ്ട്. എന്തായാലും ഹണി റോസ് കൊടുത്ത പരാതി ലൈംഗികാതിക്രമം നടന്നത് ആലക്കോട് വെച്ച് ആണെന്നാണ്. ആലക്കോട് ജ്വല്ലറിൻ്റെ ഉദ്ഘാടന സമയത്താണ് അവിടെ അതിക്രമം നടന്നത് എന്നാണ് അവർ പറയുന്നത്. 4 മാസം കഴിഞ്ഞിട്ട് 5 മാസമായി. 5 മാസം മുമ്പ് നടന്ന ഇതിൻ്റെ ലൈംഗികാതിക്രമം നടന്നു എന്ന് പറയുന്ന പോലീസും അതേപോലെ കോടതിയിലും വാദപ്രതിവാദങ്ങൾ കാരണമായ, എന്നാൽ ഹണി റോസ് പ്രത്യേകം പറയുന്ന ആ വീഡിയോ നമ്മൾ കാണേണ്ടതാണ്. എന്താണ് ലൈംഗികാതിക്രമം നടന്നത് എന്ന് ഓരോ പ്രേക്ഷകനും ഓരോരുത്തരും കാണേണ്ടതുകൊണ്ട് ആ വീഡിയോയുടെ ഓരോ ഭാഗങ്ങളും ഞാൻ പൂർണ്ണമായി വിവരിച്ചുകൊണ്ട് പറയുകയാണ്. അതിൽ പങ്കെടുത്ത ഹണി റോസ് എന്തായാലും നല്ല വേഷം ധരിച്ചിട്ട് തന്നെയാണ്, അവരെ ശരീരമെല്ലാം മറച്ചുകൊണ്ട് തന്നെയാണ് ഒരു സന്യാസിനി ലുക്കിൽ. മുമ്പൊരു സിനിമയിൽ, അദ്വൈതം എന്നുള്ള സിനിമയിലാന്ന് തോന്നുന്നു, അവിടെ അതിലൊരു സന്യാസിനി ഉണ്ട്, അതേ ലുക്കിലാണ് ഇവരും വന്നിരിക്കുന്നത്. അതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഡ്രസ്സിനെ പോലും പോയി കുറ്റം പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷേ ഒരു സംഭവത്തിൻ്റെ ചടങ്ങിലേക്കാണ് വന്നത്. എന്തിൻ്റെ? സ്വർണം ജ്വല്ലറീൻ്റെ ചടങ്ങിലേക്കാണ് നമ്മുടെ ജ്വല്ലറി ഉടമയായ ബോബി ചെമ്മണ്ണൂർ വന്നത്. ബോബി ചെമ്മണ്ണൂറിനെ പറ്റി ധാരാളം കംപ്ലൈൻറ്റുകളൊക്കെ വേറെ ഉണ്ടായിരിക്കും, അത് മാറ്റിവെക്കാം. ഞാൻ ഈ പർട്ടിക്കുലർ കേസുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് സംസാരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നത് ഈ ആലക്കോട്ടെ ഫംഗ്ഷനിൽ വെച്ച് അവരെ ഇഷ്ടമില്ലാതെ കയ്യിൽ സ്പർശിച്ച് പിടിച്ച് വട്ടം ചുറ്റിച്ചു, അത് അവർക്ക് മോശമായി എന്നാണ് പറയുന്നത്. എന്നാൽ ഈ സംഭവം മുമ്പും ഉണ്ടായിട്ടുണ്ട്, അന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്തായാലും ആ വീഡിയോ എന്താണെന്ന് മാത്രമാണ് ഞാൻ ഇതിൻ്റെ പറയുന്നത് കേട്ടോ. ആലക്കോട്ട് നടന്ന ജ്വല്ലറി ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ഉദ്ഘാടനം 5 മാസങ്ങൾക്ക് മുമ്പാണ് നടന്നിട്ടുള്ളത്. അവിടെ നടന്ന ചടങ്ങിൻ്റെ പൂർണ്ണമായ വിവരമാണ് കാണിക്കുന്നത്. ഈ ചടങ്ങിൽ വെച്ചിട്ടാണ് ലൈംഗികാതിക്രമം നടത്തിയെന്ന് പറയുന്നത്, ലൈംഗികാഭാസം നടത്തിയെന്ന് പറയുന്നത്, ബോച്ചെ ഹണി റോസിനെ കൈക്ക് പിടിച്ച ലൈംഗികാഭാസം കാട്ടിയത് എന്നാണ് പറയുന്നത്. നമുക്കത് എന്താണ് നടന്നത് പൂർണ്ണമായി നോക്കാം. ഇപ്പോൾ ഹണി റോസ് ആ ചടങ്ങിലേക്ക് വരികയാണ്. ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിൻ്റെ ഇടയിലൂടെയാണ് വരുന്നത്. അവർ ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇറങ്ങുന്നത് അവർ ആ തിക്കും തിരക്കിലും നിന്ന് എല്ലാവർക്കും കൈ കൊടുത്ത് അല്ലെങ്കിൽ എല്ലാവരോടും വിഷ് ചെയ്ത് പുഞ്ചിരിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് വരികയാണ് അവർ. എല്ലാവർക്കും കൈ കൊടുക്കുന്നുണ്ട്, അങ്ങോട്ട് കൈ കൊടുക്കുന്നുണ്ട്, കൈ കൊടുത്ത് അല്ലെങ്കിൽ കൈ കൂപ്പിയിട്ടാണ് അവർ വരുന്നത്. ഇപ്പം എല്ലാവർക്കും വിഷ് ചെയ്യുന്നു, മെല്ലെ കയറി വരുന്നു. സ്റ്റേജിലേക്ക് കൈ പിടിച്ചിട്ട് മാത്രമേ കയറാൻ പറ്റുള്ളൂ. വീണ്ടും അവർ അങ്ങോട്ട് കൈ കൊടുത്തു. ഇപ്പോൾ അങ്ങോട്ട് ഓരോരുത്തർക്കും കൈ കൊടുക്കുകയാണ്. അങ്ങോട്ട് കയറിയിട്ട് എല്ലാവർക്കും അവിടെയുള്ള ഓരോരുത്തരെയും കണ്ട് അങ്ങോട്ട് ചെന്ന് കയറി അവിടെ സ്റ്റേജിൽ പങ്കെടുത്ത എല്ലാവർക്കും കൈ കൊടുക്കുന്നു, എല്ലാവരെയും വിഷ് ചെയ്യുന്നു. അവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ അങ്ങോട്ട് കയറി കൈ കൊടുക്കുകയാണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് കൈ കൊടുക്കല്ല, അങ്ങനെ കൈ കൊടുത്തിട്ടാണ് വരുന്നത് അവർ. അതിൻ്റെ ഇടയിൽ അവരെ അവതരിപ്പിക്കുന്നുണ്ട്, എല്ലാവരെയും വിഷ് ചെയ്യുന്നു. ഇപ്പോഴും ഭയങ്കര പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ്, വളരെ സന്തോഷവതിയായിട്ടാണ് കാണുന്നത്. കേട്ടോളൂ, ഇനി ഒരു പ്രസംഗം കേൾക്കാം നമുക്ക്.
ഒത്തിരി സന്തോഷം നിങ്ങളെ എന്തോ ഒത്തിരി സന്തോഷം ഇന്ന് ഈ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഈ സ്നേഹമൊക്കെ കാണുമ്പോൾ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. പ്രത്യേകം താങ്ക്സ് ഇവിടെ എത്തിച്ചേരാൻ നമുക്ക് കാണിച്ചതിന്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ദുരന്തമുഖത്തോടുകൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് നമുക്ക് ഒരു നിമിഷം കൊണ്ടാണ് അവർക്ക് അവരുടെ പ്രിയപ്പെട്ട ആളുകളെയും അവരുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടത്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണ് നമ്മളിങ്ങനെ ഒരു ചടങ്ങ്. അതുകൊണ്ട് ഒരിക്കലും ഇതിനൊരു സെലിബ്രേഷൻ്റെ ഒരു മൂടൊന്നും ഇല്ല. നമ്മുടെ ഏറ്റവും ഒരു നല്ലൊരു പുതിയ തുടക്കത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു മുഹൂർത്തം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സമയത്തും അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു, നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ പ്രിയപ്പെട്ട ബോഷയും ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം വർഷങ്ങളായിട്ടുള്ള ഈ ഒരു 1863 ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾ കേരളം എന്നല്ല, നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലെല്ലാം പിടിച്ചടക്കിയിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ്. ബോച്ചയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള എന്താ പറയാ, ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെയാണ്, അങ്ങനെ വിളിക്കാൻ പറ്റും അദ്ദേഹത്തിന്. അദ്ദേഹം മനുഷ്യസ്നേഹിയായിട്ടുള്ള ബിസിനസ്സുകാരനാണ് ബോബി ചെമ്മണ്ണൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേട്ടോളൂ, എന്തുമാത്രം ലൈംഗികാതിക്രമമാണ് നടന്നതെന്നാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ പറയുന്നത് മനുഷ്യസ്നേഹിയുള്ള ബിസിനസ്സുകാരൻ എന്നാണ് നമ്മുടെ ഹണി റോസ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് കേൾക്കാം. അതുമാത്രമല്ല, ഇപ്പൊ വയനാടിന് വേണ്ടി വലിയൊരു സപ്പോർട്ടാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. 100 വീടുകൾക്കുള്ള സ്ഥലം അദ്ദേഹം ഓൾറെഡി അത് അനൗൺസ് ചെയ്തിരുന്നു. എന്നാൽ കഴിയുന്ന വലിയൊരു സപ്പോർട്ടിന്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരും വയനാടിന് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു നിമിഷത്തില്. എന്തായാലും സെൽഫി എടുക്കാം, അത് കഴിഞ്ഞിട്ട് പോരെ, സെൽഫി എടുത്തിട്ടേ പോവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ബോച്ച എത്തിക്കഴിഞ്ഞു. മനുഷ്യസ്നേഹിയാണെന്ന് പറഞ്ഞ ശേഷം ബോച്ചയെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബോച്ചയെ വരുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഭയങ്കര തിമിർപ്പിലാണ്. ബോച്ചയെ വരുന്നു. അതായത് ആലക്കോട് നടന്ന ജ്വല്ലറി ഉദ്ഘാടന ചടങ്ങിൽ ബോച്ചയെ വന്ന് എല്ലാവർക്കും ഹൃദ്യമായിട്ട്, ഒരാൾ മാത്രം എല്ലാവരും, പെൺകുട്ടികൾ ആൺകുട്ടികളെല്ലാം അവിടെ നിന്ന് സ്റ്റേജിലുള്ള എല്ലാവർക്കും കൈ കൊടുത്തുകൊണ്ടാണ് കയറി വരുന്നത്. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സ്റ്റൈലിൽ അദ്ദേഹത്തിൻ്റെ എംബ്ലം, ലവ് എംബ്ലം കാണിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഹണി റോസിന് തൊട്ടടുത്ത് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് എംബ്ലം വീണ്ടും കാണിക്കുന്നുണ്ട്, ലവ് എംബ്ലം കാണിക്കുന്നുണ്ട്. നെഞ്ചിൽ ഹാർട്ടിനോട് കാണിച്ച് ഐ ലവ് യു എന്ന് പറയുന്ന എംബ്ലം കാണിക്കുന്നുണ്ട്. അദ്ദേഹം സ്നേഹത്തിൻ്റെ ഇതിൽ പൂക്കൾ വലിച്ച് റോസ് തന്നെയാണ്, ഹണി റോസിൽ റോസ് തന്നെയാണ് വലിച്ച് എറിഞ്ഞു കൊടുക്കുന്ന എല്ലാവർക്കും. അവിടെ എല്ലാവരും ആഹ്ലാദത്തിലാണ്. അദ്ദേഹം എല്ലാ ജനങ്ങളെ കംപ്ലീറ്റ് കയ്യിലെടുക്കുന്നു. ആ പ്രസംഗം കേൾക്കാം. ഉള്ളത് എന്റെ കയ്യിലുള്ളതൊക്കെ നിങ്ങൾക്ക് തരും, എന്നിട്ടേ പോകുള്ളൂ. ഞാൻ കൊടുക്കാൻ വേണ്ടി വന്നവനാണ്, ഒരു സംശയം വേണ്ട. എല്ലാവരും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. സാധാരണ നമ്മള് ഡാൻസ് കലാപരിപാടികളൊക്കെ ആയിട്ടാണ് ഉദ്ഘാടനം, ഒരു ആഘോഷമായിട്ടാണ് നടത്തുക, ചാരിറ്റി ഒക്കെ ആയിട്ട്. ഇപ്രാവശ്യം ചാരിറ്റി മാത്രമേ ഉള്ളൂ.
ഞാൻ അവിടെ പോയപ്പോ അത് കണ്ടു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ക്യാമ്പുകളിലൊക്കെ. അതുകൊണ്ട് വെട്ടിച്ചുരുക്കി നമ്മൾ അവർക്ക് വേണ്ടി പകരം അത് സഹായമായിട്ട് അവർക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ നന്ദി പറയാണ് ഇവിടെ വരുമ്പോ. നന്ദി, അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ തെരുവിലിറങ്ങിയപ്പോ, അതെ, അബ്ദുൾ റഹീം എന്ന് പറയുന്ന ജയിലിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടി 1 കോടി രൂപ ആദ്യം കൊടുത്ത് രംഗത്തിറങ്ങിയിരുന്നത് ഈ പറയുന്ന ബോബി ചമ്മണ്ണൂരാണ്, ബോച്ചയാണ്. അതിനുശേഷം അദ്ദേഹം 35 കോടി രൂപ പിരിച്ചു. തെണ്ടിയിട്ടാണ് പണം പിരിച്ചത്. പക്ഷേ അഭിമാനത്തോട് കൂടിയിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങിയിരിക്കുന്നത്. ഭിക്ഷാടനം നടത്തിയപ്പോൾ ഒരുപാട് പേര് സഹായിച്ചതുകൊണ്ട് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാനും മാത്രമല്ല 5 ദിവസം മാത്രമേ തണ്ടേണ്ടി വന്നുള്ളൂ. അല്ലെങ്കിൽ തുടർന്ന് തെണ്ടി ഞാനൊരു തെണ്ടിയായി പോയേനെ. അപ്പോ എന്നെയും രക്ഷിച്ചു, അബ്ദുൾ റഹീമിനെ രക്ഷിച്ച പലരും ജാതി മതം അതற்கு അതീതമായി ഒക്കെ ഒരുപാട് പേര് സംഭാവന ചെയ്തു. മലയാളികൾ ലോകത്തിന് മാതൃകയായി. ഇത്രയും വലിയ സംഖ്യ 34 കോടി രൂപ ലോകത്ത് തന്നെ ആരും ഇത്ര വലിയ സംഖ്യ കൊടുത്ത് നാട്ടുകാർക്ക് എന്തിനധികം പറയണം. ആ വികാരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഇന്നിവിടെ സ്റ്റെപ്പ് ഈ പ്രാവശ്യം നമ്മുടെ ആഘോഷം സ്റ്റെപ്പൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് കാരണം കൊണ്ടാണ്. പിന്നെ എല്ലാവരും വയനാടിന് വേണ്ടി പറ്റുന്ന സഹായം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. അതായത് ആഘോഷം എന്ന് പറയുന്നത് ഡാൻസും പാട്ടൊന്നുമില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. കാരണം മേപ്പാടി ദുരന്തത്തിലെ പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ ചടങ്ങ് ലളിതമായിട്ട് നടത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെ നമുക്ക് നോക്കാം അദ്ദേഹം എന്തൊക്കെ ഇത്തരത്തിലുള്ള ലൈംഗിക ചൊവ്വയോടുകൂടി സംസാരിച്ചു എന്നുള്ളത്. ഇതെല്ലാം ലൈംഗിക ചൊവ്വയായിട്ട് വരികയാണ്, ലൈംഗിക അതിക്രമമായിട്ട് വരികയാണ്. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ അണിറോസ് പല ഉദ്ഘാടനമൊക്കെ വരുന്നതാണ്, നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ്. അണിറോസിനെ പ്രത്യേകം ഹണി റോസിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞു. ഹണി റോസ് സ്ഥിരമായി വിളിക്കാറുണ്ട്, സ്ഥിരമായി വരാറുണ്ട്, പങ്കെടുക്കാറുണ്ട് എന്ന് പറയുകയാണ്. എന്തൊരു അതിക്രമമാണ് പറയുന്നത് നോക്കണം. ലൈംഗിക അതിക്രമത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാൾ ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്. ഒന്നുകൂടി കേൾക്കാം. ഹണി റോസിനെ കാണുമ്പോൾ കുന്തി ദേവിയെ, മഹാഭാരതത്തിലെ കുന്തി ദേവിയെ പോലെ ഓർക്കുന്നത്. കുന്തിയെ എല്ലാവരും കാണുന്നത് ദൈവികമാണ്, ദേവിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. ദേവിയായിട്ട് കാണുന്നു എന്ന് കരുതെങ്കിലും പക്ഷെ ഇത് അശ്ലീലം തന്നെയല്ലേ? ഇതാണ് പോലീസ് കണ്ടെത്തിയ അശ്ലീലം. അങ്ങനെ പോലീസിനും അതേപോലെ ഹണി റോസിനും അശ്ലീലം തോന്നിയ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാൾ ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്. പിന്നെ ഇതിന്റെ ചാരിറ്റി പ്രവർത്തന കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ ലവ് യു എവറിബഡി. അയ്യോ ലവ് യു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതും അശ്ലീലല്ലേ? ജനങ്ങളുടെ അശ്ലീലം പറഞ്ഞ് അവർ ആർപ്പും വിളി ഉണ്ടാക്കുകയാണ്. ഇതാ കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് ഹണി റോസ്. മുന്നില് ബോച്ച ഇറങ്ങുന്നു. ഇതാ ജ്വല്ലറി ഉദ്ഘാടനത്തിന്റെ രംഗത്തിലേക്ക് കടക്കുകയാണ്. പങ്കുചേരുക എന്ന് പറയുമ്പോൾ നിങ്ങളിലുള്ള സംഭാവന എല്ലാം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ യാത്ര ചെയ്യുന്ന ഭാഗങ്ങളിൽ വഴിയോരം, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ആരെങ്കിലും 2-3 പേര് പറയാം. അബ്ദുള്ള പെട്ടെന്ന് സ്റ്റാഫുകളെ രാജമ്മ സൈമൺ. ഇതാ ജ്വല്ലറി ഉദ്ഘാടനത്തിനുവേണ്ടി സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞു.
ഇനി ക്രൂരമായ ലൈംഗിക അതിക്രമം കാണാൻ പോവുകയാണ് നമ്മൾ നോക്കാൻ പറ്റും. ഓ, രണ്ടുപേരും കൂടെ നാടമുറുക്കിയാണ്. ഹണി റോസും അതേപോലെ ബോബി ചെമ്മണ്ണൂരും. എല്ലാവരും ഒന്ന് കൈയടിച്ച് സന്ദർശിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ബൈറ്റ് എടുക്കാവുന്നതാണ്. അടിപൊളിയാണ്. ഡയമണ്ട് നെക്ലസ് വളരെ നാച്ചുറൽ റൂബി വിത്ത് ഡയമണ്ട് ചേഞ്ചബിൾസ് ആണ്. അതായത് റൂബി അടങ്ങിയ നാച്ചുറൽ റൂബി അടങ്ങിയ രത്നങ്ങളടങ്ങിയ സ്വർണ്ണാഭരണം കാണിക്കുകയാണ്, നെക്ലേസ് കാണിക്കുകയാണ്. അത് ഒരു കൈകൊണ്ട് പിടിച്ചിരിക്കുന്നത് ഹണി റോസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോച്ചയെ തൊട്ട ഈ ഇതുണ്ടല്ലോ ജ്വല്ലറി, അത് തന്നെയാണ് ഹണി റോസ് തൊട്ടത് തൊട്ടാലും ആ ലൈംഗിക അതിക്രമം തന്നെയല്ലേ. ക്യാഷ് പ്രൈസുകൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ലക്കി ഡ്രോ ടിക്കറ്റ് ഫ്രീ ആണ്. ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. ദിവസേന രാത്രി 10 നറുക്കെടുപ്പില് ആരാണ് കോടീശ്വരൻ, ആരാണ് ലക്ഷാധിപതി. അത് ആ നെക്ലേസ് ഒരു ലേഡി മേടിച്ചിരിക്കുകയാണ്, അതിന് പണവും കൊടുത്തിരിക്കുന്നു. ക്യാഷ് പ്രൈസുകൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ലക്കി ഡ്രോ ടിക്കറ്റ് ഫ്രീ ആണ്. ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. ദിവസേന രാത്രി 10 നറുക്കെടുപ്പില് ആരാണ് കോടീശ്വരൻ, ആരാണ് ലക്ഷാധിപതി. നോക്കാൻ മറക്കരുത്. കണ്ട അതെ ചോദിക്കുകയാണ്, കഴുത്തിലിടാൻ വിഷമമുണ്ടോ? ആദ്യം പെർമിഷൻ ചോദിക്കുകയാണ്. പെർമിഷൻ ചോദിച്ചിട്ടാണ് ഈ പറയുന്ന നെക്ലേസ് കഴുത്തിലിടുന്നത്. അവിടെയും തൊട്ടിട്ടുണ്ട് കേട്ടോ. അനുമതിയോടുകൂടി ഇതാക്കിയാലും അത് ലൈംഗികാതിക്രമല്ലേ പോലീസിന്? തീർച്ചയായും ലൈംഗികാതിക്രമമാണ്. നമുക്ക് തീർച്ചയായിട്ടും ലൈംഗികാതിക്രമമാണ്. ഇവിടെ സെൻട്രൽ പോലീസ് ACP ജയകുമാറിനും പിണറായിക്കും അതേപോലെ പോൾ ഹണി റോസിനും. അപ്പോൾ രണ്ടുപേരും കൂടെ ഇട്ട ശേഷം വളരെ ചിരിച്ചുകൊണ്ട്, പിന്നെ കരഞ്ഞ് വിഷമം വന്നാലും കരഞ്ഞു വന്നാലും ചിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതുമാതിരി ആ ഹണി റോസിന്റെ പ്രസംഗമാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഏറ്റവും പുതിയ ബ്രാൻഡ് ന്യൂ ഷോപ്പ് ആലക്കോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. ചെമ്മണ്ണൂർ ഗ്രൂപ്പുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ വന്ന സമയം തൊട്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 10-20 വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ്. ബോച്ചയെ പറ്റി ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും പറയേണ്ട കാര്യമില്ല. കാരണം അതറിയാത്ത ഒരു മലയാളിയും എനിക്ക് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെ അദ്ദേഹത്തിന് നമുക്ക് വിളിക്കാം. ബിസിനസ് ടൈക്കൂൺ എന്ന് വിളിച്ചിരിക്കുന്നു. അത് ലൈംഗിക അതിക്രമം വന്ന ശേഷം ഉണ്ടായിട്ടുള്ള ഭയങ്കര പൊട്ടിത്തെറി നടത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. അതിനപ്പുറത്തേക്കൊരു നമ്മൾ എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. മനുഷ്യസ്നേഹിയായ ലൈംഗികാതിക്രമം നടത്തിയ ലൈംഗിക പീഡകനാണ് എന്നാണ് ഇൻഡയറക്റ്റായി പറഞ്ഞത്. എല്ലാം ദ്വയാർത്ഥമാണല്ലോ. അപ്പോ ഓരോ ദിവസവും നറുക്കെടുപ്പുണ്ട്. കൈ നിറയെ സമ്മാനങ്ങളാണ് കൊടുക്കുന്നത്. കോടീശ്വരനും കോടീശ്വരിയൊക്കെ ആകാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ്. അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെ വന്ന് സ്വർണം വാങ്ങുക, കൂപ്പൺ മറക്കാതെ വാങ്ങുക. ഡെഫിനറ്റ്ലി ഒരു ഫ്യൂച്ചർ കോടീശ്വരൻ നിങ്ങളായി മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. തീർച്ചയായിട്ടും തന്നെയല്ലേ, തീർച്ചയായിട്ടും തന്നെയല്ലേ. താങ്ക് യു സോ മച്ച്. ഹലോ, ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. കണ്ണൂർ ആലക്കോടാണ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഉദ്ഘാടനം കഴിഞ്ഞു. വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇവിടെ ഒരു പ്രത്യേകത, നമ്മൾ ബോച്ചയെ വിൽക്കുമ്പോഴാണ് സൗജന്യമായിട്ട്
ലക്കി ഡ്രോ കൂപ്പൺ നൽകിയിരുന്നത്. ഇപ്പൊ സ്വർണം ഡയമണ്ട് വാങ്ങുമ്പോഴും നിങ്ങൾക്ക് അത് റെഡി ക്യാഷ് ആയിട്ട് വാങ്ങുകയാണെങ്കിലും പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചിട്ട് വാങ്ങുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ബോച്ചെ ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടും. ദിവസേന രാത്രി 10:30 നറുക്കെടുപ്പ്. കാറ്, ഫ്ലാറ്റ്, 10 ലക്ഷം, ഐഫോൺസ്, ഒരുപാട് സമ്മാനങ്ങളാണ് പല ദിവസങ്ങളിലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 24 കോടി രൂപയിലധികം സമ്മാനം കൊടുത്തു കഴിഞ്ഞു. 11 ലക്ഷത്തോളം പേർക്ക് സമ്മാനങ്ങൾ നൽകി കഴിഞ്ഞു, ചെറുതും വലുതുമായിട്ട്. അപ്പോ ആ അവസരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും വലിയ വിഷമം ഉണ്ടായത്, ഒരു ചെറിയ കുട്ടി ഞാൻ പോവാൻ നിൽക്കുമ്പോൾ എന്റെ കൈ പിടിച്ചു കൂടെ വരാൻ. അപ്പോ ഞാൻ അന്വേഷിച്ചപ്പോ ആ കുട്ടിയുടെ എല്ലാവരും മരിച്ചുപോയി. അത് ഒറ്റപ്പെട്ട ഒരു കുട്ടി, 5-6 വയസ്സുള്ള ഒരു കുട്ടിയാണ്. എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷേ നിയമം അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം, കടലാസുകളൊക്കെ റെഡിയാക്കിയിട്ട് വേണം. കാരണം എന്ത് നല്ല ചെയ്താലും വിവാദമാവുമല്ലോ. അതുകൊണ്ട് അവരെ ഏറ്റെടുക്കാൻ വീണ്ടും ഞാൻ പോകുന്നുണ്ട്. കളക്ടറെ അടുത്ത് പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. അവരവർക്ക് പറ്റാവുന്നവരൊക്കെ ഏറ്റെടുക്കുക. നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് വീട്ടില് ഇങ്ങനെ പലരും ചിലപ്പോൾ ഒരു കുട്ടികളുണ്ടാവും, അല്ലെ, അങ്ങനെ ഒരുപാട് പിള്ളേരെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മൾ അവർക്ക് കൂട്ടിക്കൊണ്ടുപോകാം, നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. പല രീതിയിൽ ഒക്കെ ആയിട്ട് നമുക്ക് അവരെ സഹായിക്കാം. അതിൻ്റെ ഇടയിലെ ബോച്ചയുടെ പ്രസംഗം, 6 വയസ്സുള്ള ഒരു കുട്ടിയെ മേപ്പാടിയിൽ നിന്ന് ആരും ഇല്ലാതെ കിട്ടി, അതിന് നിയമപ്രകാരം ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതിനെല്ലാം അതേപോലെയുള്ള ഏത് കുട്ടികളെയും ഞാൻ ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. സോ the world with love you everybody. ഇനിയാണ് വരാൻ പോകുന്നത് ക്രൂരമായ ലൈംഗികാതിക്രമം കാണാൻ പോകുന്നത്. കണ്ടോളൂ. ഇതാ ഇപ്പോൾ ലൈംഗികാതിക്രമത്തിന്റെ ഭാഗമായി അവരുടെ കഴുത്തിൽ മാല ചുറ്റിയിരിക്കുന്നു എന്നാണ് നമ്മുടെ ഹണി റോസ്. പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോഴും. ഇതൊരു അസറ്റാണ്, ഇതും അസറ്റാണ്. കാരണം അത്രയും അദ്ദേഹം പ്രകീർത്തിക്കുകയാണ് ആരെ, ഹണി റോസിനെ. അപ്പോൾ മറ്റൊരു മാലയും കൂടി എടുത്തിടുന്നു ഹണി റോസ്. മറ്റൊരാളെ അത് ചേർത്ത് കൊടുക്കുന്നു. ഇവിടെയൊക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ്, മാല ഇടുമ്പോഴൊക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് ഹണി റോസ് നിൽക്കുന്നത് കേട്ടോ. ഈ ഭാഗത്താണ് അവരെ ക്രൂരമായി കയറി പിടിച്ചതിൻ്റെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ട് അവർ പുഞ്ചിരിച്ചോണ്ട് തന്നെയല്ലേ, അതെ, വട്ടം ചുറ്റി അതേ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ കൈവിരലുകൾ പിടിച്ചുകൊണ്ട് അവരെ ആ മാലയുടെ സൗന്ദര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ വട്ടം ചുറ്റിച്ചു. ഇതാണ് ലൈംഗികാതിക്രമം നടന്നു എന്ന് പറയുന്നത്. കഴിഞ്ഞു പരിപാടി, അവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞു. പിന്നെ എല്ലാവരും കൂടെയുള്ള ഫോട്ടോസും മറ്റൊക്കെ എടുത്തുകൊണ്ടുള്ള രംഗങ്ങളാണുള്ളത്. ബോച്ചയോടൊപ്പം എടുത്ത ചിത്രങ്ങളാണ് ഉള്ളത്. അതെ, ബോച്ചയെ കാണിക്കുന്നതെല്ലാം അവരും കാണിക്കുന്നു. എവിടെയെങ്കിലും നിങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതിലൊരു ലൈംഗികാതിക്രമം നടന്നതായി കണ്ടെത്താൻ പറ്റുമോ? ഒരു കേസ് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നതായി കാണാൻ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പൂർണ്ണമായി കാണുക. ഇവിടെ എവിടെയെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടില്ല. അവർ സിനിമയിൽ കെട്ടിപ്പിടിച്ച് അഭിനയിച്ചിട്ടുണ്ട്, അല്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. അതൊക്കെ മോശമാണെന്നല്ല, അഭിനയിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ബോച്ചെ അവരുടെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിൽ മിനിമം ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിൽ അവിടെ അദ്ദേഹം ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലെവിടെയാണ് അശ്ലീലത? എവിടെയാണ് ലൈംഗിക പീഡനം? അതായത് ഒരാൾക്കെതിരെ ഒരു കെട്ടിച്ചമച്ച ആരോപണം ഉണ്ടാക്കാൻ ഒരു സാഹചര്യം അന്ന് ഉദ്ഘാടനത്തിന് ഇങ്ങനെ നടന്നു എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരാളെ ഒരു കള്ളക്കേസിൽ കൊടുക്കുന്നതിനൊക്കെ അതിരില്ലേ? ഇന്നലെ ഈ വീഡിയോ ബഹുമാനപ്പെട്ട കോടതി കാണണമെന്ന്, മജിസ്ട്രേറ്റ് കോടതി കാണണമെന്ന് അവരുടെ അഡ്വക്കേറ്റ് രാംപിള്ള പറഞ്ഞെങ്കിൽ കോടതി കാണാൻ തയ്യാറായില്ല. ഹണി റോസ് കൊടുത്ത 164 സ്റ്റേറ്റ്മെൻ്റാണ് ഫൈനൽ എന്നുള്ള രൂപത്തിൽ തന്നെയാണ്, പ്രഥമദൃഷ്ട്യാ അവർ പറഞ്ഞതാണ് എന്നുള്ള രൂപത്തിലാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. അതായത് അവർക്ക് ജാമ്യം നിഷേധിച്ചതു എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ പോലീസ് പറഞ്ഞ ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയുന്ന, ഹണി റോസ് പറയുന്ന ലൈംഗികാതിക്രമം നടന്നു പറയുന്ന ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ഒരു ലൈംഗികാതിക്രമം നടന്നിട്ടുണ്ടോ? 5 മാസങ്ങൾക്ക് മുമ്പ്
ഹണി റോസ് പങ്കെടുത്ത ഈ ചടങ്ങിൽ നടന്ന ഈ വീഡിയോ, അവിടെ നടന്ന പൂർണ്ണ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ എവിടെയും ഹണി റോസിനെ പറ്റി മോശമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലൈംഗികാതിക്രമം നടക്കുകയോ ചെയ്തിട്ടില്ല. ക്രൂരമായ ലൈംഗികാതിക്രമം എന്ന് ഞാൻ ടൈറ്റിൽ കൊടുത്ത തന്നെ അതിനെ ഒരു പരിഹസിക്കാൻ വേണ്ടിയാണ്. ഇത്തരത്തിൽ കള്ളക്കേസ് എടുത്തിട്ടല്ല ബോച്ചയെ അറസ്റ്റ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിനെതിരെ സോളിഡ് എവിഡൻസുമായിട്ട് കൃത്യമായി അറസ്റ്റ് ചെയ്യണം. അല്ലാതെ ഇത്തരത്തിലുള്ള ഇല്ലാത്ത കഥ പറഞ്ഞൊരു സാഹചര്യമുണ്ട്, അത് എനിക്ക് അങ്ങനെ കൈപിടിച്ചത് എനിക്ക് അങ്ങനെ തോന്നിയെന്ന് 5 മാസം പറഞ്ഞിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഹണി റോസിനെ കണ്ടുകൊണ്ട് അതിനുശേഷവും പ്രസംഗിക്കുകയാണ് മനുഷ്യസ്നേഹി എന്ന് പറഞ്ഞിട്ട്. കൈപിടിച്ച് ചുറ്റിയതിന് ശേഷം അവർ പ്രസംഗിക്കുന്നു മനുഷ്യസ്നേഹിയാണെന്ന്. അങ്ങനെയുള്ള ഹണി റോസിൻ്റെ ഈ പരാതി എങ്ങനെ നിലനിൽക്കും? ചവറ്റുകൊട്ടയിൽ എറിയേണ്ട പരാതിയാണ്. ഇതിനെതിരെ ബോച്ചെ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു ഹർജി കൊടുത്തു കഴിഞ്ഞു. അത് തീർച്ചയായും ഹർജി ഇന്ന് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. തീർച്ചയായും അത് ശരിക്കും പരിശോധിച്ചാൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ എവിഡൻസ് ആക്ട് പ്രകാരമുള്ള യാതൊരു തരത്തിലും അനുകൂലിക്കാവുന്ന ഒരു കഷ്ണം പോലും, ലൈംഗികാതിക്രമത്തിൻ്റെ ഒരു കഷ്ണം, ഒരു ചെറിയൊരു ഭാഗം പോലും ഈ വീഡിയോയിൽ എവിടെയും കണ്ടിട്ടില്ല. ആലക്കോട് നടന്ന 5 മാസം മുമ്പ് നടന്ന ഈ ചടങ്ങ് തീർച്ചയായിട്ടും ആ ചടങ്ങിൻ്റെ പേരിൽ ബോച്ചയ്ക്കെതിരെ കേസെടുത്താൽ പരാതി കൊടുത്ത ഹണി റോസും അതേപോലെ കേസെടുത്ത പോലീസും നാളെ കേസിൽ പ്രതികളാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ കള്ളക്കേസ് എടുത്തതിനാണ് മുമ്പ് നമ്മൾ നമ്പി നാരായണ പോലുള്ള ആളുകൾ തിരിച്ച് പോലീസിനെതിരെ കേസെടുത്തിട്ടുള്ളത്. അതേപോലെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ബോച്ചയെ നിരപരാധിയാണോ മറ്റോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സംഭവത്തിൽ പല സംഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരിക്കാം, അതിൽ ഞാൻ കടക്കുന്നേ ഇല്ല. പലരും പലതും പറയുന്നുണ്ട്, ഞാനും പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ സംഭവത്തിൽ എത്ര തന്നെ അദ്ദേഹം വേറെ ഏതെങ്കിലും തരത്തിൽ കുറ്റവാളിയാണെന്ന് പറഞ്ഞാലും ഈ സംഭവത്തിൽ അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് തീർത്ത് പറയാൻ പറ്റും. എൻ്റെ 41 വർഷത്തെ പത്രപ്രവർത്തനം, 25 വർഷത്തെ ക്രൈമിൻ്റെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ ഉള്ള അനുഭവം, കോടതിയിൽ വാദിച്ചിട്ടുള്ള അനുഭവം, തെളിവുകൾ എന്താണ്, അതിനെതിരെ എങ്ങനെ കേസ് നിൽക്കുമെന്ന് പഠിച്ചിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് നിലനിൽക്കുകയില്ല. ഇവിടെ ലൈംഗിക അതിക്രമം നടന്നിട്ടില്ല, പകരം സ്നേഹപരമായിട്ടുള്ള പെരുമാറ്റത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. പരസ്പര സൗഹൃദത്തോടുകൂടി അവസാന നിമിഷം വരെ ബോച്ചെ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനോട് പെരുമാറിയിട്ടുണ്ട് എന്ന് അടിവരയിട്ട് പറയാൻ പറ്റും. നന്ദി, നമസ്കാരം.